ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ചാപ്റ്റർ 3 നേച്ചർ ട്രെയിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം പാർട്ട് 1 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ലാസ്റ്റ് വീഡിയോയിൽ എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈനി ആനിമൽസ്. ലാസ്റ്റ് വീഡിയോയിൽ വലിയ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ പറ്റി പഠിച്ചു അല്ലേ? ഇവിടെ നമ്മൾ പഠിക്കുന്നത് ടൈനി ആനിമൽസ് ആണ്, ചെറിയ ജീവികൾ. A grasshopper suddenly hopped out from the grass. Everyone was amused. Arya, this is an insect. It has 3 pairs of legs, 1 pair of antennae to sense its surroundings. Insects also sometimes have 2 pairs of wings, as in case of flies, grasshoppers, etc. എന്താണ് അവർ പറയുന്നത്? ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഇൻസെക്റ്റിനെ നോക്കൂ. ഇതിന് 3 pairs of legs ഉണ്ട്. എവിടെയാണ്? ഒന്ന് ഇവിടെയുണ്ട്, ഒന്നിവിടെയും, പിന്നെ ഒന്നിങ്ങനെ. അതിന് ശേഷം അതിന് ഒരു പെയർ ഓഫ് ആന്റിനെ. ഈ ഒരു ആന്റിനെ കണ്ടോ? ഇതുമുണ്ട്. എന്തിനാണ് ഈ ജീവികൾ ആന്റിനെ ഉപയോഗിക്കുന്നത്? അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ശത്രുക്കൾ വരുന്നുണ്ടോ, ആരെങ്കിലും അതിനെ പിടിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആന്റിന ഉപയോഗിച്ചാണ് ഈ ജീവികൾ സെൻസ് ചെയ്യുന്നത്. ഈ ഇൻസെക്ട്സിൽ തന്നെ എല്ലാ ഇൻസെക്ട്സും ഒരുപോലെ ആയിരിക്കില്ല. ഓരോന്നിനും വേറെ വേറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അബ്ബ, like grasshopper, you will find many insects in the forest such as ants, beetles, bees, flies, praying mantises, butterflies, etc. അബ്ബ അവരോട് പറഞ്ഞു, ഈ ഒരു ജീവി മാത്രമല്ല, ഇതുപോലെ പലതരം ഇൻസെക്ട്സ് ഉണ്ട്. നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ ഒരു ആന്റിനെ കാണാം. ആന്റ് ഒരു ഇൻസെക്ട് ആണല്ലേ. ഇനി ഒരു ബീറ്റിലിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീറ്റിൽസ് ഉണ്ട്. പിന്നെ ബീസ്, ഫ്ലൈസ്, പ്രേയിങ് മാന്റിസ്, ബട്ടർഫ്ലൈ, ലേഡി ബർഡ് ബീറ്റിൽ അല്ലെങ്കിൽ ലേഡി ബഗ്, പിന്നെ വാസ്പ് ഒക്കെ ഇൻസെക്ട്സ് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീടിന്റെ ചുറ്റുമൊക്കെ പോയി നോക്കണം കേട്ടോ. ഏതൊക്കെ തരം ഇൻസെക്ട്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെയൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ ഇതിനൊക്കെ നോക്കിയേ, എത്ര ലെഗ്സ് ഉണ്ട്? 1, 2, 3 പെയർസ് ആണ്. അതായത് 6 ലെഗ്സ് ഉണ്ട് അതിന്. ഇവിടെയും ആന്റിനും ഒരു ആന്റിന ഉണ്ട്. ഓരോ ജീവികളെയും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാലുകളും അതിന്റെ ആന്റിനയും ഒക്കെ നിങ്ങൾക്ക് വിശദമായി കാണാൻ പറ്റും. ഇനി റൈറ്റ്, what are the insects that you find at your home and in your surroundings? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടിന്റെ ചുറ്റും കാണാൻ പറ്റുന്ന ഇൻസെക്ട്സിന്റെ ഒക്കെ പേര് എഴുതാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൻസ്, ബട്ടർഫ്ലൈസ്, മസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, ബീസ്, ഡ്രാഗൺ ഫ്ലൈസ്, ഗ്രാസ് ഹോപ്പർ, ബീറ്റിൽസ്. ഇത് ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, ഇനിയും നിറയെ ഇൻസെക്ട്സ് ഉണ്ട് അല്ലേ. ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ഇവിടെ താഴെ കുറച്ച് ഇൻസെക്ട്സിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും പേര് കണ്ടുപിടിക്കാൻ നോക്കാലോ. ആദ്യം എ, ഇതൊരു ബട്ടർഫ്ലൈ ആണല്ലേ. ഇനി ബിയോ, ഇതൊരു കോക്രോച്ച് ആണ്. സി, എന്താണിത്? അതൊരു ബീറ്റിലാണ്. ഡി ഒരു ഡ്രാഗൺ ഫ്ലൈ, നമ്മൾ തുമ്പി എന്നൊക്കെ വിളിക്കും അല്ലെ. ഇനി ഇ ഒരു ആന്റ് ആണ്. ഇനി എഫ് ഒരു പ്രേയിങ് മാന്റിസ് ആണ്. ജി ഒരു ഗ്രാസ് ഹോപ്പർ ആണ്. There is a wonderful diversity of animals in the forest, each one having its unique features. പലതരം വലിയ ആനിമൽസ്, പലതരം പക്ഷികൾ, ഇനി പലതരം ഇൻസെക്ട്സ്, അങ്ങനെ പല പല ജീവജാലങ്ങളും കാട്ടിലുണ്ട്. എത്രയോ തരം ജീവജാലങ്ങളുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള യുണീക് ഫീച്ചേഴ്സും ഉണ്ട്. During the visit to nature trail, students collected leaves from different plants. Help them identify the plants based on the pictures of the leaves given below. കുട്ടികൾ കളക്ട് ചെയ്തിരിക്കുന്ന ലീവ്സ് ആണ്. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ആദ്യത്തെ ലീഫ് ഇതൊരു ആൽമരത്തിന്റെ, ഒരു പേരാൽമരത്തിന്റെ ഇലയാണല്ലേ. ഒരു ആലിലയാണ്. ആലിലയ്ക്ക് പറയുന്നത് എന്താണ്? പീപ്പൽ ലീഫ് ആണ്. അടുത്തതൊരു ബാംബു ലീഫ് പോലെ ഇല്ലേ,
ബാംബു ചെടിയുടെ ലീഫ്, ബാംബു ലീഫ്. അടുത്തത്, ഇത് നിങ്ങളുടെ ബുക്ക് പ്രകാരം ഇതൊരു പേരക്ക ചെടിയുടെ അല്ലെങ്കിൽ ഗോവയുടെ ലീഫാണ്. അടുത്തത് അതുപോലെ ഒരു ബാനിയൻ ട്രീയോ അല്ലെങ്കിൽ ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീയോ ഇതിന്റെ ഏതിന്റെയെങ്കിലും ഒരു ഇലയാവാം. പിന്നെ അടുത്തത് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് യൂക്കാലിപ്റ്റസ് ലീഫ് അല്ലെങ്കിൽ ഗം ലീഫ് ആണെന്നാണ്. അപ്പോ മേ ബി ഇറ്റ് ഇസ് എ യൂക്കാലിപ്റ്റസ് ലീഫ്. അടുത്തതൊരു മാംഗോ ലീഫ് ആണ് അല്ലെ, അത് കാണുമ്പോൾ തന്നെ മാംഗോ ലീഫ് പോലെയുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എ നീം ലീഫ്, ചെറിയ നീം ലീഫ് ആണ്. മറ്റേതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പം കുറവാണ് നീം ലീഫ്. ഈ ബുക്കിൽ തന്നിരിക്കുന്നത് പോലെയുള്ള സിമിലർ ലീവ്സ് നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആസ് മച്ച് ആസ് പോസിബിൾ അത് കണ്ടുപിടിക്കാനും അത് കളക്ട് ചെയ്യാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ശ്രമിക്കും. Observe the leaves of different plants in your neighborhood and fill the table. Draw and name the leaf. നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് കുറച്ച് ലീവ്സ് ഒക്കെ കളക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് മീൻസ് കളർ, ഷേപ്പ്, ടെക്സ്ചർ അല്ലെങ്കിൽ എനി അതർ ഒബ്സർവേഷൻ, നിങ്ങൾ കണ്ടുപിടിച്ച വേറെ ഏതെങ്കിലും ഒക്കെ ഒബ്സർവേഷൻ എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ലെമൺ, ആദ്യം ലെമൺ ലീഫ് ആണത്. അതിന്റെ ഗ്രീൻ കളറാണ്, ഓവൽ ഷേപ്പാണ്, സ്മൂത്ത് ടെക്സ്ചർ ആണ്, തൊട്ട് നോക്കിയാൽ നല്ല മിനുസമായിരിക്കും. അതുപോലെ സ്ട്രോങ് സ്മെല്ലാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇതുപോലെ ഏതൊക്കെ ലീവ്സ് കളക്ട് ചെയ്യാം, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് വേണം എഴുതാൻ. മാംഗോ ലീഫ് കളർ ഗ്രീൻ ആണ്, ലോങ് ആൻഡ് ലാൻഡ് ഷേപ്ഡ് ആണ്. ലാൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ടാപ്പേർഡ് ആയിട്ട് ഇവിടെ തടി കൂടി ഇങ്ങനെ കൂർത്ത് വരുന്ന ഷേപ്പ് ആണ്. പിന്നെ ടെക്സ്ചർ തൊട്ട് നോക്കിയാൽ നല്ല സ്മൂത്ത് ആണ്, ഷൈനി സർഫസ് ആണ്. നീം ലീഫ് അതും ഗ്രീൻ ആണ്, ലോങ് വിത്ത് ടൂത്ത് എഡ്ജസ്, അതിന്റെ എഡ്ജിലൊക്കെ ഇങ്ങനെ 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 ഈ കട്ട് പോലെ ഉണ്ടാവും അല്ലെ, അതിനാണ് ടൂത്ത് എഡ്ജസ് എന്ന് പറയുന്നത്. അതും സ്മൂത്ത് ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ് അതിന്റെ. ഗോവ ഗ്രീൻ ആണ്, അതിന്റെ ഓവൽ ഷേപ്പ് ആണ്, തൊട്ട് നോക്കിയാൽ മറ്റതിന്റെ അത്ര മിനുസം ഉണ്ടാവില്ല, കുറച്ച് റഫ് ആയിരിക്കും. പിന്നെ പ്രോമിനന്റ് വെയിൻസ്, അതിന്റെ വെയിൻസ് ഒക്കെ നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റും. കോക്കനട്ട് ലീവ്സ് ഗ്രീൻ ആണ്, ലോങ് ആൻഡ് നാരോ ആണ്, തൊട്ട് നോക്കിയാൽ നല്ല സ്മൂത്ത് ആണ്. ലീഫ് ഹാസ് മെനി ലീഫ്ലെറ്റ്സ്, ഒരു വലിയ ലീഫിന് തന്നെ കുഞ്ഞു 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 ലീഫ്ലെറ്റ്സ് ഉണ്ട്. ഹിബിസ്കസ് ഗ്രീൻ ആണ്, ഓവൽ വിത്ത് സെറേറ്റഡ് എഡ്ജസ്, ഓവൽ ആണ് പക്ഷെ അതിന്റെ ഇങ്ങനത്തെ ഒക്കെ എഡ്ജസ് ഉണ്ട്, സ്മൂത്ത് ആണ്, സോഫ്റ്റ് ലീഫ് വിത്ത് പോയിന്റഡ് ടിപ്പ് ആണ്. ഇങ്ങനെ നിങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് കണ്ടുപിടിച്ച് എഴുതാൻ ശ്രമിക്കുക. Apart from different colors, textures and shapes, did you observe that the leaves also have different types of lines on them? These lines are called veins. The images given below show two different types of arrangements of veins. നമ്മുടെയൊക്കെ കയ്യില് വെയിൻസ് ഉണ്ടല്ലേ, കയ്യിലും ബോഡിയിലും മുഴുവനായിട്ടും വെയിൻസ് ഉണ്ട്. എന്തിനാ വെയിൻസ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ. ആ ബ്ലഡിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും പ്ലാന്റ്സിന്റെ വെയിൻസ് എന്ന് പറഞ്ഞ അതിൽ വരുന്ന ന്യൂട്രിയൻസും അതിനുള്ളിൽ നടക്കുന്ന എല്ലാ സർക്കുലേഷൻസും ഈ വെയിൻസിലൂടെയൊക്കെയാണ് നടക്കുന്നത്. എല്ലാ ലീവ്സിന്റെയും വെയിൻസ് ഒരുപോലെയല്ല. നിങ്ങൾ വീട്ടിന്റെ പരിസരത്ത് നിന്ന് കുറെ ലീഫ് കളക്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, അതിൽ ശ്രദ്ധിച്ചു നോക്കുക. ചില ലീവ്സിൽ ഇങ്ങനെ ഒരു സെൻട്രൽ വെയിൻ ഉണ്ടാകും, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെയായിരിക്കും അതിന്റെ വെയിൻസ് പോവുക. എന്നാൽ ചില ലീഫിന് നേരെ ഇതേപോലത്തെ സ്ട്രെയിറ്റ് ആണ് ഉണ്ടാവുക. ഇനി വേറെയും പല രീതിയിലുണ്ട്. പ്രോമിനന്റ് ആയിട്ട് ഇങ്ങനെ പോയി, ആ ബ്രാഞ്ച് ഇങ്ങനെ പോയി, പിന്നെ അത് ഇങ്ങനെ പോയി, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെയിൻസും ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, പലതരത്തിലുള്ള ഇങ്ങനത്തെ ലൈൻസ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ബുക്കിൽ അതൊക്കെ വരച്ച് മാർക്ക് ചെയ്ത് വെക്കുക. Leaf photograph. Place a leaf on a notebook with the rough vein-sided face up. Cover it with a plain sheet of paper. Rub a crayon over the paper and watch the leaf shapes appear like magic. Try this with different leaves and see how each one has its own unique pattern. Name the plant or trees to which
the leaf belongs. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ലീഫ് എടുക്കുക, അതിന്റെ ബാക്ക് ഭാഗം നല്ല വെയിൻസ് ഒക്കെ ക്ലിയർ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു പേപ്പർ, അതിന്റെ മുകളിൽ ഒരു പേപ്പർ വെക്കുക. എന്നിട്ട് മുകളിൽ പേപ്പറിൽ ക്രയോൺസ് കൊണ്ട് ഇതുപോലെ സ്ക്രാച്ച് ചെയ്യുക. അതിനുശേഷം ആ പേപ്പറിൽ മുകളിൽ ആ ലീഫിന്റെ ഷേപ്പ് അപ്പിയർ ചെയ്യുന്നത് കാണാമല്ലോ. ഇതുപോലെ പല പല ലീവ്സ് എടുത്തിട്ട് ഈ ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ഏത് ലീഫാണെന്ന് എഴുതി വെക്കുക. ഓരോന്നിനും അതിൻ്റെതായ ഇൻഡിവിജ്വൽ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. Let us play the game Web of Life. Have you ever wondered how all living beings are connected? Let us find out by playing a game. You just have to imagine you are a part of nature, maybe a tree, a bird, or even the sun. ഈ ഒരു ഗെയിം എങ്ങനെയാ കളിക്കുക? നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാവരും റൗണ്ട് ആയിട്ട് ഇരിക്കുക. ഓരോ ആളുകളും ഈ പ്രകൃതിയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ജീവിയായിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിട്ടോ ആനിമൽസോ ഫ്രൂട്ട്സോ വാട്ടറോ എയറോ സണ്ണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം ഈച്ച് പ്ലെയർ ഗെറ്റ്സ് എ കാർഡ് വിത്ത് നെയിം ഓഫ് പ്ലാന്റ്, ആനിമൽ ഓർ നാച്ചുറൽ എലമെന്റ്. One player starts by holding a ball of yarn and think about their connection to other player with similar cards. For example, a tree provides food for a bird or a river supports a fish. The yarn is passed to that player while the first player still holds on its thread. The web keeps growing as more connections are made. Now, what if one part of the web disappears? Try removing a player like a missing deer for a tiger or plants for animals. Watch how web weakens or collapses. It shows how everything in nature is connected. For example, നോക്ക്. ആദ്യം തന്നെ ഈ ആളുടെ അടുത്ത് ഒരു ഫുൾ യാണിന്റെ ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ആരുമായിട്ടൊക്കെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? ആദ്യം തന്നെ ഇത് എലിഫന്റിനോട് ഒരു കണക്ഷൻ ഉണ്ട്. ഇനി എലിഫന്റിന്റെ ആളുടെ അടുത്ത് എത്തി ഈ നൂലിപ്പോ ഇവിടെ ആദ്യത്തെ ആള് ആ നൂല് പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ വലിയ ബോള് ഇവിടെയാണുള്ളത്. ഇനി എലിഫന്റ് ആരുമായിട്ടാണ് കണക്റ്റഡ്? എലിഫന്റ് വെള്ളം കുടിക്കും അല്ലേ? അങ്ങോട്ട് പോവാം. ഇനി ഈ വെള്ളം ആരൊക്കെയാണ് ആയിട്ട് കണക്ഷൻ ഉള്ളത്? വെള്ളത്തില് മീൻ ജീവിക്കും, സ്നേക്ക് ജീവിക്കും, അല്ലെങ്കിൽ വെള്ളത്തില് മീനിനെ പിടിച്ചിട്ട് മേ ബി കിങ് ഫിഷർ ജീവിക്കും. പിന്നെ ഈ ബേർഡ് ആരുമായിട്ടാണ് കണക്റ്റഡ്? ബേർഡിന് മേ ബി ഇൻസെക്ട്സിനെ കഴിക്കുകയായിരിക്കും. അങ്ങനെ എല്ലായിടത്തിലേക്കും കണക്ഷൻ പോയി 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 അവര് തിരിച്ച് നമ്മളെടുത്ത് എത്തും. അങ്ങനെ ഒരാൾക്ക് തന്നെ ഈ നേച്ചറിലെ പല കാര്യങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. നമ്മുടെ എക്സാമ്പിൾ എടുക്കുക. നമുക്ക് പ്ലാന്റ്സിന് ആവശ്യമുണ്ട്, നമ്മൾ ബേർഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മൾ ആനിമൽസുമായിട്ട് കണക്റ്റഡ് ആണ്, നമുക്ക് ശ്വസിക്കാൻ എയർ വേണം, നമുക്ക് കുടിക്കാൻ വെള്ളം വേണം, നമുക്ക് സൺലൈറ്റ്സ് വേണം, നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേണം. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും. ഈ കളി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ വെബ് കൂടുതലായിട്ട് വരും. കാരണം എന്താ? ഓരോ ജീവികൾക്കും മറ്റുള്ളതിനോടും ഒക്കെ കണക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ഒരാളെ ഒഴിവാക്കി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡിയറിനെ ഒഴിവാക്കിയാൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും? ഡിയറിനെ കഴിക്കുന്ന കുറേ ജീവികളുണ്ടല്ലേ? ഡിയറിന് കഴിക്കുന്ന ആനിമൽസ്, ടൈഗർ ഉണ്ട്, ലയൺസ് ഉണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് ഡിയർ ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കഴിക്കാൻ പറ്റുക? അവര് പട്ടിണിയാവും. അപ്പൊ അതുപോലെയാണ് ഒരു ജീവികളോ ഒന്നിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇനി ഗ്രാസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഒഴിവാക്കിയാലോ? പ്ലാന്റ്സിനെ ഒഴിവാക്കിയാൽ പ്ലാന്റ്സ് കഴിക്കുന്ന എല്ലാ ജീവികൾക്കും അത് ബുദ്ധിമുട്ടാവും. ഇനി വെള്ളത്തിനെ ഒഴിവാക്കിയാലോ? എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു കാര്യത്തിനൊരു തകർച്ച സംഭവിച്ചാൽ അത് മറ്റുള്ള കാര്യത്തിലൊക്കെ റിഫ്ലക്ട് ചെയ്യും, മറ്റുള്ള സ്ഥലത്തൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. Let us reflect. Which animal would you love to be? നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആനിമലായി മാറാം. അപ്പൊ നിങ്ങൾ ഏത് ആനിമലിനെ ചൂസ് ചെയ്യും? What special abilities would it give you?
നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ആനിമൽ ആവുന്നതോടെ നിങ്ങൾക്ക് എന്ത് എബിലിറ്റിയാണ് കിട്ടുക? ഞാനൊരു എക്സാമ്പിൾ പറയാം. I would love to be a bird. It would give me the ability to fly high in the sky and see beautiful places. എനിക്ക് പറക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ബേർഡ് ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഏത് ജീവി ആവാനാണ് ആഗ്രഹിക്കുന്നത്? ആ ജീവിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എബിലിറ്റീസ് കിട്ടും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്തത്, how do you think different plants and animals are dependent on each other? നേരത്തെ ആ ഗെയിം കളിച്ചതിലൂടെ നമ്മൾ പറഞ്ഞു ഓരോ ജീവിയും മറ്റുള്ള ജീവികളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെയാണത്? പ്ലാന്റ്സ് ഗിവ് ഫുഡ്, ഓക്സിജൻ ആൻഡ് ഷെൽട്ടർ ടു ആനിമൽസ്. ഒരു പ്ലാന്റിന് വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആ പ്ലാന്റ്സിനെ കഴിക്കുന്ന എത്രയോ ജീവികളുണ്ട്. ആ പ്ലാന്റ്സിനെ കഴിക്കുന്ന ജീവികള് ആ ജീവികളെ കഴിക്കുന്ന വേറെ എത്രയോ ജീവികളുണ്ട്. അപ്പോ രണ്ടാമത് പറഞ്ഞ ജീവികൾക്ക് ഫുഡ് വേണമെങ്കിൽ ആദ്യം പറഞ്ഞ ജീവികൾ നല്ല പുല്ലൊക്കെ കഴിച്ച് നല്ല ആരോഗ്യവാന്മാരായിരിക്കണം അല്ലെ? അവരെ പുല്ല് കിട്ടാണ്ട് ചത്തുപോയി കഴിഞ്ഞാൽ മറ്റുള്ള ജീവികൾക്ക് ജീവികളെ കഴിക്കാൻ എവിടുന്ന് കിട്ടും? അതുപോലെ നമ്മൾ മനുഷ്യന്മാര് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഫുഡാണ് പ്ലാന്റ്സിന് അടുത്ത് കഴിക്കുന്നത്? നമ്മുടെ അരി, പച്ചക്കറി, ഫ്രൂട്ട്സ്, നട്ട്സ്, പൾസസ് എന്ന് വേണ്ട നമ്മൾ കഴിക്കുന്ന മിക്ക സാധനങ്ങളും പ്ലാന്റ് ബേസ്ഡ് ആണ്. അതല്ലാതെ നമുക്ക് നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ് ഓക്സിജൻ. നമുക്ക് ശ്വസിക്കണം അല്ലേ? പ്ലാന്റ്സ് ഗിവ്സ് ഓക്സിജൻ. അതുപോലെ പല പല ആനിമൽസിനും കൂടുണ്ടാക്കി താമസിക്കാൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ മരങ്ങൾ ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് എന്തൊക്കെ രീതിയിലാണ് മറ്റുള്ളവർക്ക് ഉപകാരമാവുന്നത് എന്ന് കാണാം. ഇനി അത് മാത്രമല്ല, ആനിമൽസ് ഹെൽപ്പ് പ്ലാന്റ്സ് ബൈ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. ഒരു പ്ലാന്റ് വളർന്നു വന്നിട്ട് അതിന്റെ യങ് പ്ലാന്റ്സ് ഉണ്ടാവാൻ വേണ്ടി ഈ ഇൻസെക്ട്സും ആനിമൽസും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ? ആ പഴങ്ങൾ കഴിച്ചിട്ട് അതിന്റെ സീഡ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതേ പ്ലാന്റ് അവിടെ വളരില്ലേ? അതിന് പുതിയ പ്ലാന്റ്സ് ഉണ്ടായിട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ട് ഹെൽപ്പ് വേണം. They depend on each other to survive. എല്ലാ ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ഈച്ച് അതർ ടു സർവൈവ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ നേച്ചർ സയന്റിസ്റ്റ്? ഈ കഥയിൽ അബ്ബ ഒരു നേച്ചർ സയന്റിസ്റ്റ് ആണല്ലേ? ഒരു നേച്ചർ സയന്റിസ്റ്റിന്റെ റോൾ എന്തൊക്കെയാണ് ഒരു നേച്ചർ സയന്റിസ്റ്റ് ചെയ്യുക? A nature scientist studies plants, animals, birds and the environment to understand and protect nature. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അവരുടെ ക്യാരക്ടേഴ്സും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പഠിക്കുന്ന ആളാണ് നേച്ചർ സയന്റിസ്റ്റ്. ഈ പഠനങ്ങളും ഈ വിവരങ്ങളും ഒക്കെ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോൾവ് ദ പസിൽ. ഫൈൻഡ് ദ ട്രഷർ ഓഫ് ദ ഫോറസ്റ്റ്. ഈ ഒരു വേർഡ് പസിലില് ഫോറസ്റ്റിലുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാം. പക്ഷേ ബാക്കിയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കണം. എലിഫന്റ്, സ്പാരോ, ഡിയർ, ബാനിയൻ, സ്ക്യൂറൽ, കിങ്ഫിഷർ, ഹോൺബിൽ, ഫുട് പ്രിന്റ്. ഇത് മാത്രമല്ല, ഇതിൽ ഇനിയും കുറേ ഉണ്ട്. ഇത് നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ. Take on the challenge. Plan a nature walk with your family or friends in a nearby park. To prepare yourself as a guide, identify few plants and animals and study their features and interesting facts which you can explain during the walk. നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗൈഡായിട്ട് മാറുകയാണ്. ഒരു ഗൈഡിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? എന്തിനെ പറ്റിയും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവാണ്. ഒരു പാർക്കിലേക്കുള്ള നേച്ചർ വാക്ക് നിങ്ങൾ ആദ്യമേ പോയി ആ പാർക്കിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ലിസ്റ്റ് എഴുതണം. എന്നിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ കൂടെ വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും അയൽവക്കത്തൊക്കെ ഉള്ള കുട്ടികളും ഇവർക്കൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കുക. ഡു എൻ ആക്ടിവിറ്റി. റോൾ പ്ലേ.
Create a scene of a forest in your classroom where students can perform roles of plants and animals and of visitors. While enacting the play, focus on our role to protect animals and plants. ഇത് ഒരു റോൾ പ്ലേ ആണ് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യേണ്ട. അത് നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് ചേർന്ന് ചെയ്യുക. Let us make a paper turtle. Try using an old newspaper or used paper. ഒരു പേപ്പർ ഉപയോഗിച്ച് ടേർട്ടിലിന് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കി നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ഒരു ടേർട്ടിലിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഫൈൻഡ് ഔട്ട്. റൈറ്റ് ദ നെയിം ഓഫ് യുവർ സ്റ്റേറ്റ് ആനിമൽ, ബേർഡ് ആൻഡ് പ്ലാന്റ്. നമ്മുടെ സ്റ്റേറ്റ് ആണ് കേരള അല്ലെ. നിങ്ങളിപ്പോ എല്ലാവരും പഠിക്കുന്നത് കേരളത്തിലെ സ്കൂളിലാവണമെന്ന് നിർബന്ധമില്ല. നമുക്കിവിടെ കേരളത്തിന്റെ സ്റ്റേറ്റ് ആനിമലും ബേർഡും പ്ലാന്റും ഏതാണെന്ന് നോക്കാം. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ആനിമൽ, ബേർഡ്, പ്ലാന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ശ്രമിക്കാം. കേരള സ്റ്റേറ്റ് ആനിമൽ എലിഫന്റ് ആണ്, ഇന്ത്യൻ എലിഫന്റ്. വേറെയും പലതരം എലിഫന്റ്സ് ഉണ്ടല്ലേ. ഏറ്റവും വലിയ എലിഫന്റ് ഏതാണ്? ആഫ്രിക്കൻ എലിഫന്റ്. സ്റ്റേറ്റ് ബേർഡ് ഗ്രേറ്റ് ഹോൺബിൽ. ഹോൺബില്ലിനെ പറ്റി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ. സ്റ്റേറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രീ കോക്കനട്ട് ട്രീ ആണ്. അങ്ങനെ നേച്ചർ ട്രെയിൽ എന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതില് ഓരോന്നിനെ പറ്റിയും കൂടുതൽ വിശദമായൊക്കെ നിങ്ങൾ വലിയ കുട്ടികളാവുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിക്കുക, പഠിക്കുക, സംശയമുള്ള കാര്യങ്ങളൊക്കെ എൽഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.